ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. 1/2 കിലോ വരുന്ന ഒരു കൊച്ചു കേക്കാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കേക്കാണിത്. അമ്മയ്ക്ക് കുറെ റിക്വസ്റ്റ് വരാറുണ്ടായിരുന്നു ഞാനൊരു കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. 1/2 കിലോ വരുന്ന ചെറിയ ചെറിയ കേക്കും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെലവ് കുറഞ്ഞ രീതിയിൽ കേക്ക് ചെയ്യണമെന്നും അങ്ങനെയുള്ള റിക്വസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാണ്. ഭയങ്കര എളുപ്പത്തിലായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് വരെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ ഇനി നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനൊന്ന് എടുത്തു വെക്കട്ടെ. അപ്പൊ ഞാനിനി ആദ്യം മൈദ എടുക്കാണ്. 1/2 കപ്പ് മൈദ ആട്ടോ എടുക്കുന്നത്. അമ്മ എപ്പോഴും പറയാറുണ്ട് മൈദ എടുക്കുന്ന സമയത്ത് കപ്പിന് ലെവലാക്കിയിട്ട് എടുക്കണം എന്ന്. അപ്പൊ അതുപോലെ തന്നെ ഞാനും ചെയ്യാണ്. അപ്പൊ ഇതാ നമ്മള് 1/2 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിന്റെ പകുതി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് കൊക്കോ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആണ് ഇടുന്നത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചു വെക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആട്ടോ എടുക്കുന്നത്. ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാനേ. അപ്പൊ ഇനി ടിന്നിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഓയിൽ സൈഡിലൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അലുമിനിയം പാത്രമാണ്. ഒന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയമിലേക്ക് വെച്ച് കൊടുക്കണേ. ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കേക്ക് ബീറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേ വേണ്ട. അമ്മ ഓൾറെഡി ഒരു കേക്ക് ബീറ്റർ ഇല്ലാണ്ട് മിക്സി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർ അതൊന്ന് കണ്ടിട്ട് അതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതായപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. അപ്പൊ അതിന്റെ ബ്ലേഡൊക്കെ ഒന്ന് കഴുകിയിട്ട് ഫ്രീസറിലേക്ക് വെക്കട്ടെ. നമുക്ക് ക്രീം ചെയ്യാനുള്ളതല്ലേ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കണ്ട കേട്ടോ. ഒരു ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത്. അത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി ഇതിപ്പോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്ക്യൂർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പൊക്കോട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാ നമ്മുടെ ഓവൻ സെറ്റപ്പ് ചൂടായിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചെറിയൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. നമ്മുടെ ബേക്കിംഗ് ട്രേ ചെറുതല്ലേ. ഒന്നുകൂടെ ടാപ്പ് ചെയ്തിട്ടാട്ടോ ബാറ്റർ വെച്ച് കൊടുക്കുന്നത്. ഇതാ ഇപ്പൊ ട്രേ പതുക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ ഓവനിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വെച്ചാൽ മതി. അത് പിന്നെ ഓവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ഇതായിപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാണ്. ഇതായിപ്പോൾ ഒന്നും പറ്റി പിടിച്ചിട്ടില്ല. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. ഇനി നമുക്കിതെടുത്ത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളം പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനും ഗാർണിഷിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലത്തെ ഗ്രേറ്റർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സൈസിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതായിപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ നല്ല കട്ടിയായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ഇരിക്കും. ഇനി നമ്മൾ ക്രീം വിപ്പ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇതിനു വേണ്ടി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട്. അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ.
ബീറ്റർ വെച്ചിട്ടും അല്ലാതെയും എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ അമ്മ ഓൾറെഡി ബേക്കിംഗ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തവർ അതൊന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇത് എത്ര കമത്തി പിടിച്ചാലും താഴോട്ട് പോകത്തില്ല. ഇതാ കണ്ടോ? അപ്പോൾ നമ്മുടെ കുട്ടി കേക്ക് അത്യാവശ്യം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കത്തി വെച്ച് സൈഡ് ഒന്ന് വിടിയിച്ചു കൊടുക്കുകയാണേ. ഇനി ഒരു പ്ലേറ്റ് വെച്ചൊന്ന് കമത്തി തിരിച്ചു വെച്ചൊന്ന് തട്ടിക്കൊടുക്കാം. ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് കേക്കാണ്. നല്ല ഹൈറ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒരു കേക്ക് ഉണ്ടാക്കി. ശരിക്കും നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ലെയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വേറെ വേറെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യണേ. ഈ സോക്ക് ചെയ്യുന്നത് നേരത്തെ ഒന്നും ചെയ്ത് വെക്കരുതേ. കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്താൽ മതി. കേക്കിൽ വെക്കാനുള്ള ക്രീം ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അറ്റം ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. കേക്ക് ബോർഡിൻ്റെ മേലെ നിന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പം ആദ്യം വെക്കുന്നത് ടോപ്പ് ലെയർ ആണ് കേട്ടോ. അതായത് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ലെയർ. നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ക്രീം വെച്ച് കൊടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ടേൺ ടേബിൾ ഒന്ന് കറക്കി കൊടുത്താൽ മതി. പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കേക്ക് കഴിക്കുന്ന സമയത്ത് അതിനകത്ത് കടിക്കാൻ കിട്ടും. ഇപ്പോൾ ചെറുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തതെങ്കിൽ അങ്ങനെ കടിക്കാൻ കിട്ടില്ല. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാണ്. ക്രീം വെച്ച് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാണ്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് എല്ലാം ഈ കേക്കിൽ ഒഴിക്കണേ. ക്രീം വെച്ച് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡിലോട്ട് നിൽക്കുന്ന ക്രീം എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡിലും അതേപോലെ ഒന്ന് ക്രീം ആക്കി കൊടുക്കണേ. ഇനി നമുക്ക് സ്ക്രേപ്പർ വെച്ച് സൈഡിൽ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. പാലറ്റ് നൈഫ് കൊണ്ട് മോൾ ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്യാം. ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ അത് ബാക്കിയുള്ള ക്രീമിൽ നിന്ന് കുറച്ച് വൈറ്റ് ക്രീം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയുള്ളതിനകത്തോട്ട് കുറച്ച് കളർ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷൻ സാധാരണ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ബ്രൗൺ ഷെയ്ഡ് കിട്ടാൻ വേണ്ടി, ബ്രൗൺ കളർ ഇവിടെ വീട്ടിലില്ല, അപ്പോൾ ആ രണ്ട് കളേഴ്സ് കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സൂപ്പർ റെഡ് കളറും ഗ്രീൻ കളറുമാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ ഉള്ളത്. ഇതിപ്പോൾ കളർ ചേർക്കണമെന്നൊന്നുമില്ല, കുറച്ച് ഗണാഷ് ചേർത്തിട്ട് ഡാർക്ക് കളർ ആക്കിയാലും മതി. ഇനി നമുക്കിത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നോസിലാട്ടോ എടുക്കുന്നത്. പൈപ്പിംഗ് ബാഗിൽ ക്രീം ഇട്ടിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുകയാണേ. അതിപ്പം പതുക്കെ ഒന്ന് നിവർത്തുമ്പോഴത്തേക്കും സൈഡിലെല്ലാം ആ ബ്രൗൺ കളർ പറ്റി പിടിച്ചിട്ടുണ്ടാവും. ഇനി അതിൻ്റെ നടുവിലേക്ക് വൈറ്റ് ക്രീം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. വൈറ്റ് ക്രീം എടുക്കുമ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം രണ്ട് ഷെയ്ഡായിട്ട് നമുക്ക് കളർ കിട്ടും. അതിന് വേണ്ടിയാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്കിൻ്റെ മേലേക്ക് ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് ചെയ്യുന്നതിന് മുന്നേ വേറൊരു പ്ലേറ്റിലൊന്ന് ചെയ്ത് നോക്കി ഡബിൾ ഷെയ്ഡ് വന്നതിന് ശേഷമേ കേക്കിൽ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ സൈഡിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുകയാണേ. അതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചെറിയൊരു ഫ്ലവർ ഒന്ന് പ്രസ് ചെയ്തൊന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പം ചെറിയൊരു ഫ്ലവർ കിട്ടും. അത് നിറച്ചും അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കേക്ക് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാം. എത്ര പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു അല്ലേ കേക്ക്. ഇത് ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് ഇല്ലേ, അത് താഴെ മാത്രമായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണേ. ഇതിപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല, വൈറ്റ് പോർഷൻ ഒന്ന് കുറച്ച് കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇതായിപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലവറിൻ്റെ അടുത്തോട്ടായിട്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി നടുക്കൂടെ ഒരു ഫ്ലവർ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഫ്ലവർ നെയിൽ വെച്ച് ചെയ്തിട്ടുള്ള ഒരു റോസ് ആണ് ഇത്. അപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണേ.
ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലവർ നെയിൽ വെച്ച് ചെയ്തൊരു റോസാണ്. അപ്പോൾ ഇത് ശരിയാവോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അമ്മ പറഞ്ഞു ബേക്കിംഗ് ക്ലാസ്സിൽ ഈ ഒരു ഫ്ലവർ നെയിൽ വെച്ചിട്ട് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാമെന്ന്. ഇപ്പോൾ ഫ്ലവർ വെക്കേണ്ടടുത്ത് കുറച്ചൊന്ന് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ പതുക്കെ കേക്കിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേക്ക് പതുക്കെ നമുക്ക് സിസേഴ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് 2 മിന്റ് ലീഫും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇതിപ്പം വീട്ടിൽ തന്നെ ഉണ്ടായ മിന്റ് ലീഫാണ്. എങ്ങനെയുണ്ട്? ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് പറയണേ. ആ ഫ്ലവർ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നല്ലോണം ചെയ്യാൻ പറ്റിയതിന്. അറിയാത്തവർ വിഷമിക്കണ്ട കേട്ടോ, അമ്മ ബേക്കിംഗ് ക്ലാസ്സിൽ പറഞ്ഞുതരും. ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അത് തണുത്തിട്ട് കട്ട് ചെയ്യുമ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ്. ഇതാ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതെന്താ കട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഡൈനിങ് ടേബിളിൽ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ. ഇതിപ്പോ 1/2 കിലോ വരുന്ന ഒരു കേക്കാണ്. ഇനിയിപ്പോ 1 കിലോ വരുന്ന കേക്കാണ് ഉണ്ടാക്കുന്നെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഡബിൾ എടുത്താൽ മതി. ഇനിയിപ്പോ 2 കിലോ ആണെങ്കിൽ അതിന്റെയും ഡബിൾ എടുത്താൽ മതി. അപ്പൊ എടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിലാണ് ഈ കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉള്ളത്. അപ്പൊ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ലൊരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണിത്. ഇതിന്റെ റേറ്റ് വരുന്നത് 250 രൂപ മുതൽ 350 രൂപ വരെയാണ്. ഇനി ഞാൻ കട്ട് ചെയ്യാണ്. നല്ല സോഫ്റ്റ് കേക്കാണേ. പതുക്കെ ഇങ്ങെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇനി നമുക്ക് കഴിക്കാം. അപ്പൊ ഇനി കഴിക്കട്ടെ. ഇതാ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ കഴിക്കുവാണേ. തന്നെ കഴിച്ച ലെവൽ അത്ര പറയാനുള്ളൂ. അതൊന്നും പറയാനില്ല. അപ്പൊ നല്ല ടേസ്റ്റിലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ ഇത്. അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ തീർന്നുപോയി. എനിക്ക് അമ്മ പറയുന്ന പോലെ ഒന്നും പറയാനറിയില്ല കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക്. എന്റെ ആദ്യത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. ഇഷ്ടപ്പെട്ടാ അതൊന്ന് പറയണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ ഇനി അമ്മ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വരും. അതുവരേക്കും അമ്മ പറയുന്ന പോലെ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. Bye.